കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പുസ്തക പരിചയം. ഇന്നത്തെ പുസ്തക പരിചയത്തിൽ കാൾ സാഗൻ രചിച്ച കോസ്മോസ് എന്ന പുസ്തകം ശ്രീ എസ് സെറഫുദ്ദീൻ അവതരിപ്പിക്കുന്നു. സാക്ഷാത്കാരം ആശ്രാമം ഭാസി, ഗോപൻ നീരാവിൽ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. റേഡിയോ ബെൻസിഗറിലെ പുസ്തക പരിചയം പരിപാടിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ എസ് സെറഫുദ്ദീൻ. ഇന്ന് ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്നത് പ്രസിദ്ധനായ ജ്യോതിശാസ്ത്രജ്ഞനും പുലിറ്റ്സർ സമ്മാന ജേതാവുമായ കാൾ സാഗൻ എഴുതിയ കോസ്മോസ് എന്ന പുസ്തകമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്ര പുസ്തകമാണ് കോസ്മോസ്. നാം ജീവിക്കുന്ന വിശാലവും സങ്കീർണവുമായ ലോകത്തെ മനസ്സിലാക്കാൻ ഈ പുസ്തകം നമ്മെ സഹായിക്കുന്നു. പ്രപഞ്ചം പ്രത്യക്ഷപ്പെട്ടതും പരിണമിച്ചതുമായ രീതി, മനുഷ്യവർഗം എങ്ങനെ പരിണമിച്ചു, ഭാവിയിൽ നാം നേടിയേക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നിവയെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ സാഗൻ നമ്മോട് പറയുന്നത്. പല വിഷയങ്ങളും രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഗംഭീരമായ പുസ്തകമാണ് സാഗൻ എഴുതിയ കോസ്മോസ്. ഈ പുസ്തകത്തിൽ നാം ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെക്കുറിച്ചും തലച്ചോറിലെ ഡേറ്റയെക്കുറിച്ചും എല്ലാം പഠിക്കുന്നു. നമ്മുടെ മനസ്സിനെ തളർത്താതെ പലതും പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. നമ്മുടെ പൊതുചരിത്രത്തെക്കുറിച്ചും ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള നമ്മുടെ സാധ്യതകളെക്കുറിച്ചും പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് പുസ്തകം എഴുതാൻ വേറെയും എഴുത്തുകാർ പരിശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. എന്നാൽ കാൾ സാഗൻ ചെയ്ത മികവാർന്ന ഉദ്യമം തന്നെയാണ് ഇവയിൽ മുന്നിൽ നിൽക്കുന്നത്. വർത്തമാന ജീവിതത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ പുസ്തകം നമ്മോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആറ്റങ്ങൾ മുതൽ ഗാലക്സികൾ വരെയും അതിനിടയിൽ ഉള്ളതെല്ലാം. ഈ പുസ്തകം വായിക്കുന്ന ഏതൊരാളും പിന്നീട് ലോകത്തെ മറ്റൊരു വെളിച്ചത്തിൽ തന്നെ കാണുമെന്നതിൽ സംശയമില്ല. അഥവാ ഏകീകൃതവും സാർവത്രികവുമായ വീക്ഷണകോണിൽ നിന്ന് ലോകത്തെ കാണാൻ ഇത് നമ്മെ പ്രാപ്തമാക്കും. നമ്മുടെ മനസ്സിൽ മാത്രം നിലനിൽക്കുന്ന പാരമ്പര്യങ്ങൾ മൂലവും സാമൂഹ്യ ക്രമങ്ങൾ മൂലവും സമൂഹം കൂടുതൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്ത് എന്നത്തേക്കാളും കൂടുതൽ കോസ്മിക് വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങളെ എങ്ങനെ കാണണമെന്ന് ഇതുവഴി നമ്മൾ പഠിക്കുന്നു. സാർത്ഥകമായൊരു പുസ്തകം എഴുതാൻ സാഗൻ എത്ര നന്നായി പല മേഖലകളും വരച്ചു കാട്ടിയെന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. ജ്യോതിശാസ്ത്രത്തിൽ നിന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സ്വാഭാവികമായും സംസാരിക്കുന്നു. ഒപ്പം ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, മനഃശാസ്ത്രം, ചരിത്രം, മതം, രാഷ്ട്രീയം, സാമ്പത്തികം തുടങ്ങി വിജ്ഞാനത്തിൻ്റെ പല മേഖലകളും അദ്ദേഹം പരാമർശിക്കുമ്പോഴും ആർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള ലളിതമായ ഭാഷാ ശൈലി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ പലപ്പോഴും വായന നിർത്തി ഒന്നും മിണ്ടാതെ സ്തബ്ധരായിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുകയും യഥാർത്ഥ ജീവിതം ഫിക്ഷനേക്കാൾ കൗതുകകരമാകുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ഗുരുത്വാകർഷണം പ്രകാശത്തെ പോലും ബാധിക്കുമോ, അതോ ഗുരുത്വാകർഷണം സമയത്തെ ബാധിക്കുന്നുണ്ടോ? നിങ്ങളൊരു വിമാനത്തിൽ കൃത്യമായ ക്ലോക്ക് സെറ്റ് ചെയ്തു വെച്ചാൽ ആ ക്ലോക്കിലെ സമയം ഭൂമിയിലുള്ള ഒരു ക്ലോക്കിലെ സമയത്തേക്കാൾ വ്യത്യസ്തമായിരിക്കുമോ? തുടങ്ങി പലതും നമ്മെ അമ്പരപ്പിക്കുന്നവയാണ്. ശാസ്ത്ര കാര്യങ്ങളിൽ ചെറുതെങ്കിലുമായ താല്പര്യമുള്ള ഒരു വായനക്കാരനെ സംബന്ധിച്ച് ഈ പുസ്തകം ഒരു അനുഭവം തന്നെ. കാരണം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സമഗ്ര ധാരണ നമുക്ക് തരുന്നു എന്നത് തന്നെ. ചില പുസ്തകങ്ങളുടെ വായന ചിലപ്പോൾ നമ്മെ എഴുത്തുകാരൻ്റെ ചിന്തകളുമായി താദാത്മ്യത്തിലെത്തിക്കാറില്ലേ? അത്തരമൊരു അനുഭവത്തിൻ്റെ അനുഭൂതി ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൃത്യമായി ചിന്തിക്കുന്നതിലും സത്യം കണ്ടെത്തുന്നതിലുമുള്ള മനുഷ്യ രാശിയുടെ അഭിനിവേശം സാഗൻ്റെ ഈ പുസ്തകത്തിൻ്റെ വായന കുറച്ചൊക്കെ നമ്മെ തൃപ്തിപ്പെടുത്തും. 1934 ന്യൂയോർക്കിൽ ജനിച്ച കാൾ എഡ്വേർഡ് സാഗൻ പ്രസിദ്ധനായ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനാണ്. 1996 അദ്ദേഹത്തിൻ്റെ മരണം ശാസ്ത്രലോകത്തിനുണ്ടാക്കിയ നഷ്ടം വലുതാണ് എന്നത് സാഗൻ്റെ ഈ മേഖലയിലെ മറ്റു പുസ്തകങ്ങളുടെ വായന നമ്മെ ബോധ്യപ്പെടുത്തും. അക്കൂട്ടത്തിൽ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന പുസ്തകം ഈ പരിപാടിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന പുസ്തകം തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. 1980 പ്രസിദ്ധീകരിച്ച
ഈ കോസ്മോസിലെ 13 അധ്യായങ്ങളും ഒരു ടെലിവിഷൻ സീരീസിന് വേണ്ടി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിനായി, പ്രത്യേകിച്ചും പൊതുജനങ്ങളെ ശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ മാധ്യമം ടെലിവിഷനാണെന്ന് സാഗൻ്റെ തന്നെ ധാരണയാണ് അതിന് പ്രേരണയായത്. പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്ത് തന്നെ ഈ പുസ്തകം വലിയ ജനപ്രീതി നേടി എന്നതും ശ്രദ്ധേയമാണ്. ഈ വലിയ ജനപ്രീതിയുടെ ഒരു ഉദാഹരണമാണ് കോസ്മോസ് 50 ആഴ്ചകളിൽ പബ്ലിഷേഴ്സ് വീക്ക്ലി ബെസ്റ്റ് സെല്ലേഴ്സ് ലിസ്റ്റിലും 70 ആഴ്ച ന്യൂയോർക്ക് ടൈം ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഒരു തവണത്തെ മാത്രം വായനയ്ക്ക് ശേഷം പോലും സ്വാംശീകരിക്കാൻ വളരെയധികം വിവരങ്ങൾ ഉള്ളതിനാലാകാം കോസ്മോസിൻ്റെ വായന നമ്മെ നവീകരിക്കാനും പുനർനിർമ്മിക്കാനും ഉപാധിയാവും. എന്നിരുന്നാലും നിങ്ങൾ ഈ പുസ്തകം വായിക്കുകയും അതിൽ നിന്ന് ഒന്നും ഓർക്കാതിരിക്കുകയും ചെയ്താൽ പോലും ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷയിലും അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ജിജ്ഞാസയിലും ഈ പുസ്തകം വലിയ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ് കാൾ സാഗൻ്റെ കോസ്മോസ്. നിങ്ങളുടെ വ്യക്തിപരമായ തത്വചിന്തയെ മാറ്റാൻ കഴിവുള്ള കോസ്മിക് ചരിത്രത്തിൻ്റെ ഒരു ക്രാഷ് കോഴ്സാണിത്. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ വിലമതിക്കുന്നതാക്കും. പ്രപഞ്ചത്തെ കോളനിവൽക്കരിക്കാൻ മനുഷ്യൻ പുറപ്പെടുന്ന നിമിഷത്തെക്കുറിച്ച് ഇത് നിങ്ങളെ സ്വപ്നം കാണിക്കും. അത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യും. ഒരു സംഗതി കൂടി പറയാതെ ഈ പുസ്തകത്തിൻ്റെ ചർച്ച ഇവിടെ പൂർത്തിയാക്കുന്നത് ശരിയല്ല. അത് കാൾ സാഗൻ്റെ കോസ്മിക് കലണ്ടറിനെ കുറിച്ചാണ്. പക്ഷേ അത് സാഗൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമായ ദ ഡ്രാഗൺ ഓഫ് ഈഡൻ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ആശയം മുമ്പോട്ട് വയ്ക്കുന്നത്. വാസ്തവത്തിൽ കോസ്മോസ് എന്ന പുസ്തകം ഈ പരിപാടിയിൽ അവതരിപ്പിക്കാൻ പ്രേരണയായതും ഈ കലണ്ടർ വിശകലനമാണ്. സംഗതി ലളിതമാണ്. പ്രപഞ്ചമുണ്ടായിട്ട് ഇതുവരെ ഉള്ള കാലയളവിനെ, അതായത് 1380 കോടി വർഷങ്ങളെ ഒരൊറ്റ വർഷത്തെ, അതായത് കൃത്യം 365 ദിവസങ്ങളുടെ ഒരു കാലയളവിലേക്ക് ചുരുക്കുന്നു. ഉദാഹരണത്തിന് ഡിസംബർ 31 അർദ്ധരാത്രി കൃത്യം 12 മണിക്ക് പ്രപഞ്ചം ഉണ്ടാകുന്നു എന്നും അടുത്ത വർഷം ഡിസംബർ 31 അർദ്ധരാത്രി കൃത്യം 12 മണിക്ക് പ്രപഞ്ചം ഇന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു എന്നും സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഈ കോസ്മിക് കലണ്ടറിലെ ഒരു സെക്കൻഡ് 438 വർഷങ്ങൾക്ക് സമമായിരിക്കും. ഒരു മണിക്കൂർ എന്നത് 15.8 ലക്ഷം വർഷങ്ങളും ഒരു ദിവസം എന്നത് 3,78,00,000 വർഷങ്ങളും ആയിരിക്കും. ഇനി ഈ കലണ്ടറിലൂടെ ഒന്ന് സഞ്ചരിത്ത് നമുക്ക് അറിയാവുന്ന പ്രപഞ്ചത്തിൽ ഇതുവരെ നടന്ന പ്രധാന സംഭവങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഡിസംബർ 31 അർദ്ധരാത്രി കൃത്യം 12 മണി ബിഗ് ബാങ് സംഭവിക്കുന്നു. ആദ്യത്തെ മൈക്രോ സെക്കൻഡുകളുമൊക്കെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന കണികകളുടെ രൂപീകരണമാണ്. നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊന്നും ആദ്യത്തെ 1-2 മാസത്തേക്ക് സംഭവിക്കുന്നില്ല. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ അഥവാ ആകാശഗംഗ ഉണ്ടാകുന്നത് മാർച്ച് 15-നാണ്. പിന്നെയും നീണ്ട കാത്തിരിപ്പ്. സൂര്യനും സൗരയൂഥവും ഒക്കെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ്, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 31-നാണ് ഉണ്ടാകുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഭൂമിയും ഇതര ഗ്രഹോപകങ്ങളും ഉണ്ടാകുന്നു. ഒരു വർഷത്തിൽ 8 മാസം അപ്പോഴേക്കും കടന്നുപോയി. ഭൂമിയിലെ ആദ്യത്തെ ജീവൻ്റെ ഘടികം ഉണ്ടാകുന്നത് സെപ്റ്റംബർ 21-നാണ്. പ്രോകാരിയോട്ട് എന്ന് വിളിക്കപ്പെടുന്ന അതീവ ലളിതമായ ഏകകോശ ജീവികൾ. ഫോട്ടോസിന്തസിസ് എന്ന പ്രതിഭാസം ആരംഭിക്കുന്നത് ഒക്ടോബർ 12-ന്. വർഷത്തിലെ 10 മാസം കഴിയാറായിട്ട് മനുഷ്യൻ പോയിട്ട് ബഹുകോശ ജീവികൾ പോലും ഭൂമിയിൽ ആവിർഭവിച്ചിട്ടില്ല എന്നോർക്കണം. പ്രോകാരിയോട്ട് ജീവികളിൽ ന്യൂക്ലിയസ് ഉണ്ടാകുന്നത്, അതായത് യൂക്കാരിയോട്ടുകളായി മാറുന്നത് നവംബർ 9-നാണ്. ഇതിനു മുമ്പ് തന്നെ, അതായത് കോശങ്ങളിൽ മർമ്മങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് സെക്സ് ഉരുത്തിരിഞ്ഞു എന്നറിയാമോ? അത് സംഭവിച്ചത് നവംബർ 1-നാണ്. ആദ്യത്തെ ബഹുകോശ ജീവികൾ പ്രത്യക്ഷപ്പെടുന്നത് ഡിസംബർ 5-ന്. കടലിനടിത്തട്ടിൽ കാണപ്പെടുന്ന ലളിതമായ ജീവികൾ ഉണ്ടാകുന്ന ഡിസംബർ 14-നാണ്. സമാന കാലത്ത് തന്നെയാണ് ആർത്രോപോഡുകളുടെ ഉത്ഭവം. ഡിസംബർ 18 മത്സ്യങ്ങളും ഉഭയജീവികളുടെ പൂർവികരും ഉണ്ടാകുന്നു. ഡിസംബർ 20-ന് കരയിൽ സസ്യങ്ങൾ ഉണ്ടാകുന്നു. ചെറുപ്രാണികളും ഇന്നത്തെ ഇൻസെക്റ്റുകളുടെ പൂർവികരും ഉണ്ടാകുന്ന ഡിസംബർ 21-നാണ്. ഡിസംബർ 22-ന് ആദ്യ ഉഭയജീവികൾ ഉണ്ടാകുന്നു. ഉരകങ്ങൾ ഉണ്ടാകുന്ന ഡിസംബർ 23-നും സസ്തനികൾ ഉണ്ടാകുന്ന ഡിസംബർ 26-നുമാണ്. ഒരു വർഷം കഴിയാൻ വെറും 5 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മനുഷ്യൻ എന്ന അതിവിശിഷ്ടനായ ജീവിയോ, എന്തിന് അവനോട് വിദൂര സാദൃശ്യമുള്ള ഒരു പൂർവികനോ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദിനോസറുകൾ ആവിർഭവിക്കുന്നത് ക്രിസ്മസിൻ്റെ തലേന്ന് അർദ്ധരാത്രിയാണ്. പക്ഷികൾ ഉണ്ടാകുന്ന ഡിസംബർ 27-നും നമുക്ക് പ്രിയങ്കരമായ പുഷ്പങ്ങൾ, ചെടികൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഡിസംബർ 28-ഓടെയാണ്.
5 ദിവസം ഭൂമിയിലെ രാജാക്കന്മാരായിരുന്ന ദിനോസറുകൾ ഡിസംബർ 29 അരങ്ങൊഴിയുകയാണ്. ഡിസംബർ 30 സകല ഹോമിനിഡ് ഗ്രൂപ്പുകളുടെയും പിതാമഹനായ പ്രൈമേറ്റുകളുടെ ആദ്യ രൂപങ്ങൾ ഉണ്ടാകുന്നു. കൂടുതൽ സസ്തനികൾ ഭൂമിയിൽ പരിണമിച്ചുണ്ടാകുന്നു. ഡിസംബർ 31 രാവിലെ 6:05 ഏപ്പ് എന്ന് വിളിക്കാവുന്ന ഒരു ജീവി ഭൂമിയിൽ ഉണ്ടാകുന്നു. ഉച്ചയ്ക്ക് 2:24 ഇപ്പോഴത്തെ മനുഷ്യനും ചിമ്പാൻസിയും ഗൊറില്ലയും ഒക്കെ ഉൾപ്പെടുന്ന ഹോമിനിഡ് ഗ്രൂപ്പിൻ്റെ പൊതുപൂർവ്വൻ ഉണ്ടാവുകയാണ്. മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും മനുഷ്യൻ ചിത്രത്തിലില്ല എന്നത് ശ്രദ്ധിക്കുക. രാത്രി 10:24 മനുഷ്യൻ പൂർവികനായ ഹോമോ എറക്ടസ് ഉണ്ടാകുന്നു. സമാന സമയത്ത് തന്നെ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും കണ്ടുപിടിക്കപ്പെടുന്നു. 11:44 തീയുടെ ഉപയോഗം മനുഷ്യപൂർവികർ കണ്ടെത്തുന്നത്. ഒടുവിൽ ഡിസംബർ 31 രാത്രി 11:52 മനുഷ്യൻ എന്ന് വിളിക്കാവുന്ന ഒരു ജീവി ആവിർഭവിക്കുകയാണ്. ഒരു വർഷത്തെ കലണ്ടർ അവസാനിക്കാൻ വെറും 8 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു വർഷത്തെ പ്രപഞ്ച ചരിത്രത്തിൽ മനുഷ്യൻ്റെ അറിയുന്നതും എഴുതപ്പെട്ടതും അല്ലാത്തതുമായ സകല ചരിത്രവും നമുക്കറിയാവുന്ന പ്രശസ്തരും അപ്രശസ്തരുമായ സകല മനുഷ്യരുടെയും കഥ ഈ 8 മിനിറ്റിൽ ഒതുങ്ങുന്നു. സത്യത്തിൽ അങ്ങനെ പറയുന്നത് പോലും ശരിയല്ല. ഈ 8 മിനിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥ സ്കെയിലിൽ 2 ലക്ഷം വർഷങ്ങളാണ്. മനുഷ്യൻ്റെ അറിയാവുന്ന ചരിത്രം ഏതാനും 10,000 വർഷങ്ങളിൽ ഒതുങ്ങും. സകല ദൈവസങ്കല്പങ്ങളും മതങ്ങളും വരുന്നത് ഈ 8 മിനിറ്റിൻ്റെ അവസാന ചില നിമിഷങ്ങളിലാണ്. എഴുത്ത് അഥവാ ലിപി കണ്ടുപിടിക്കുന്നത് കലണ്ടർ തീരാൻ വെറും 13 സെക്കൻഡുകൾ ബാക്കിയുള്ളപ്പോഴാണ്. വേദങ്ങളും ബുദ്ധനും കൺഫ്യൂഷ്യസും അശോകനും റോമാ സാമ്രാജ്യവും ഒക്കെ വരുന്നത് അവസാനത്തെ 6 സെക്കൻഡുകൾക്ക് മുമ്പ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവവും വ്യാവസായിക വിപ്ലവവും അമേരിക്കൻ, ഫ്രഞ്ച് തുടങ്ങിയ സകല വിപ്ലവങ്ങളും സകല ലോകമഹായുദ്ധങ്ങളും നടന്ന അവസാനത്തെ 1 സെക്കൻഡിനകത്താണ്. ഇത്രയും പുരാതനമായ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകരായ മനുഷ്യൻ്റെ അവൻ്റെ നിസ്സാരത മനസ്സിലാക്കാൻ കോസ്മിക് കലണ്ടർ നല്ലൊരു ടൂൾ ആണ്. 8 മിനിറ്റ് മാത്രം ജീവിച്ചതുകൊണ്ട് ഉത്കൃഷ്ടരായി എന്ന് കരുതുന്നവരോട് 5 ദിവസം ജീവിച്ച ദിനോസറുകൾ അവശേഷിപ്പിച്ച ചില ഫോസിലുകൾ മാത്രം. കോസ്മോസിൻ്റെ വായന നിങ്ങളെ കൂടുതൽ ശാസ്ത്ര കുതികൾ ആക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പുസ്തക പരിചയം. കാൾ സാഗൻ രചിച്ച കോസ്മോസ് എന്ന ഗ്രന്ഥം ശ്രീ എസ് സിറഫുദ്ദീൻ അവതരിപ്പിച്ചതാണ്. സാക്ഷാത്കാരം ആശ്രാമം ഭാസി, ഗോപൻ നീരാവിൽ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.